ഞാനങ്ങനെ എനിക്ക് ചെറിയ തൊണ്ടവേദന, ശ്വാസം മുട്ടല്, പിന്നെ എനിക്ക് സ്മെല്ല് അറിയുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഇവിടെ കർണാടക ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് തപ്പി, BBMPയുടെ വെബ്സൈറ്റ് തപ്പി ഇവിടുത്തെ കോവിഡ് ഫീവർ ക്ലിനിക്കിന്റെ നമ്പർ എടുത്തു. അവിടുത്തെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. അന്നേരം ഡോക്ടർ ടെസ്റ്റിന് വരാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിന് വന്നപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ സുഖമായി. ഒരാഴ്ചത്തെ ആശുപത്രിയിലെ ജീവിതത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എനിക്ക് കോവിഡ് വന്ന് എങ്ങനെയാണെന്ന് പറയാനാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ബാംഗ്ലൂരേക്ക് ഞങ്ങൾ വരുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഞങ്ങൾ 16-ാം തീയതി രാവിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 4 മണിക്ക് ഇറങ്ങി. വൈകുന്നേരം 6 മണി ആയപ്പോഴത്തേന് ബാംഗ്ലൂരെത്തി. വീട്ടിലെത്തി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാംഗ്ലൂരെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 18-ാം തീയതി ചൊവ്വാഴ്ച, ഓഗസ്റ്റ് 18-ാം തീയതി ചൊവ്വാഴ്ച ഈരാറ്റുപേട്ടയിൽ 2-3 കേസ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. പോസിറ്റീവ് ആകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഈ കോവിഡ് പോസിറ്റീവായ വ്യക്തിയുമായി ഞങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആയിരുന്നു. അങ്ങനെ എന്തായാലും ബാംഗ്ലൂർ ക്വാറന്റൈനിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി വ്യാഴാഴ്ച ഞാനും ഭാര്യയും ഐഷയും കൂടി ഇവിടെ ബാംഗ്ലൂരുള്ള BBMP എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കോർപ്പറേഷന്റെ ഫീവർ ക്ലിനിക്കിൽ കോണ്ടാക്ട് ചെയ്തു. അവിടുത്തെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ ടെസ്റ്റിനെല്ലാം പറഞ്ഞു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ആന്റിജൻ ടെസ്റ്റ് ആയിരുന്നു ചെയ്തത്. ആന്റിജൻ ടെസ്റ്റ് 2 പേർക്ക് നെഗറ്റീവ് ആയിരുന്നു വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ മുതൽ തന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് എടുത്തില്ല. കാലാവസ്ഥ മാറിയതിന്റെ മറ്റോ ആയിരിക്കും എന്ന് കരുതിയിരുന്നു. അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേനും ആ തൊണ്ടവേദന കുറച്ചുകൂടെ സിവിയർ ആയി. സ്റ്റിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് അല്ലേ, ആ ഒരു ധൈര്യത്തിലിരുന്നു. പിന്നെ ശനിയാഴ്ച വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേന് എനിക്ക് ചെറിയ പനി വന്നു. ശനിയാഴ്ച വൈകുന്നേരം ആ പനി വന്നു. ഞായറാഴ്ച എഴുതിച്ചപ്പോൾ പനിയൊക്കെ മാറി, ഒരു കുഴപ്പമില്ല, സുഖമാണ്. അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ ചെറിയ കാലുവേദന, പുറം വേദനയൊക്കെ തുടങ്ങി. അപ്പോഴും ചിന്തിച്ചു, കോവിഡ് നെഗറ്റീവ് അല്ലേ, എന്താണ് പേടിക്കാൻ, ഇത് ചിലപ്പം കുറെ യാത്രയൊക്കെ ചെയ്ത് വന്നതിന്റെയോ അല്ലെങ്കിൽ കിടന്ന പോസ്റ്റർ ശരിയാവാത്തതിന്റെയോ മറ്റോ വേദനയായിരിക്കും എന്ന് കരുതി ഒഴിവാക്കി. അങ്ങനെ പോയി. അങ്ങനെ തിങ്കളാഴ്ചയായി. തിങ്കളാഴ്ച ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേക്ക്, അതായത് തിരുവോണത്തിന്റെ അന്ന്, ഓഗസ്റ്റ് 31-ാം തീയതി ഒരു ഉച്ചയായപ്പോഴത്തേന് എനിക്ക് സ്മെല്ല് അറിയാൻ പറ്റുന്നില്ല. ഞാൻ സോപ്പെടുത്ത് മണപ്പിച്ചു നോക്കി, സ്പ്രേ ചെയ്തിട്ട് മണപ്പിച്ചു നോക്കി, ഹാൻഡ് വാഷ് കൈ കെട്ടിയിട്ട് മണപ്പിച്ചു നോക്കി, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് കോവിഡാണ്. അപ്പം ചൊവ്വാഴ്ച രാവിലെ തന്നെ അന്ന് നേരത്തെ കോണ്ടാക്ട് ചെയ്ത ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് സ്മെല്ല് അറിയാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഐഷക്ക് സിംറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഐഷ വരണ്ട, ഞാൻ മാത്രം പോയാൽ മതി. അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ഏകദേശം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ടെസ്റ്റിംഗ് സെന്റർ ഏകദേശം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ പോയി ടെസ്റ്റ് ചെയ്തു. ആന്റിജൻ ടെസ്റ്റാണ് ചെയ്തത്. മൂക്കിൽ നിന്ന് സ്വാബ് എടുത്തു, ടെസ്റ്റ് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ അവർ റിസൾട്ട് പറഞ്ഞു പോസിറ്റീവ് ആണ്, നേരെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് കോൾ വന്നു. അതായത് ബാംഗ്ലൂർ കോർപ്പറേഷൻ, പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഈ വാർഡിലെ ബാംഗ്ലൂർ കോർപ്പറേഷൻ ഈ വാർഡിന്റെ കൗൺസിലർ, ഒരുപാട് പേര് എന്നെ വിളിച്ചു. പിന്നെ BBMPയുടെ ഹെൽത്ത് സെല്ലിൽ നിന്ന് വിളിച്ചു. അവര് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. എന്റെ ഹെൽത്ത് കണ്ടീഷൻ, എനിക്ക് പ്രീവിയസ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഇപ്പൊ എക്സിസ്റ്റിംഗ് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. എനിക്ക് എന്തൊക്കെ സിംറ്റം ഉണ്ട്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വളരെ കാര്യമായി അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലൈസേഷൻ വേണോ. അതായത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വലിയ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഹോം ക്വാറന്റൈൻ തന്നെയാണ്. പിന്നെ എനിക്ക് ചെറിയ തൊണ്ടവേദനയും ചെറിയ ഒരു ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടും തോന്നിയത് കൊണ്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പം ഹോസ്പിറ്റലൈസേഷൻ വേണം എന്ന് പറയുമ്പോൾ അവർ തരുന്ന 2 ഓപ്ഷനാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണോ. ഞാൻ പറഞ്ഞു എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മതി. ഓക്കെ, ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി.
വെയിറ്റ് ചെയ്തു, ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പോൾ ഏകദേശം 2 മണിയായപ്പോഴത്തേന് എനിക്ക് കോൾ വന്നു, BBMPന്ന് ആംബുലൻസ് അയക്കാൻ പോവുകയാണ്, റെഡിയായിരിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ ആംബുലൻസ് വരുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ റെഡിയായിരുന്നു. കറക്റ്റ് 2:30 ആയപ്പോഴത്തേന് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറി ഇവിടെ അടുത്തുള്ള ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറമുള്ള വൈദേഹി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഉള്ള രംഗങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് അവിടെ വരുന്ന, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു 95% പേർക്കും സിംറ്റം ഉള്ളവരാണ്. സിംറ്റം ഇല്ലാത്തവരെ അവരധികം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ല, ഹോം ക്വാറന്റൈൻ തന്നെയാണ് പറയുന്നത്. എന്നാൽ 5% പേര് സിംറ്റം ഒന്നും ഇല്ലാത്തവരും ഉണ്ട്. ഈ വരുന്ന, ഞാനൊരു കോവിഡ് വാർഡിലായിരുന്നു, ഒരു 35 പേരുള്ള കോവിഡ് വാർഡിലായിരുന്നു ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ എപ്പോഴും ഒരു ഡോക്ടർ കാണും, 2 നഴ്സുമാർ കാണും ഈ 35 പേരുടെ ചികിത്സയ്ക്കായിട്ട്. അങ്ങനെയായിരുന്നു. ഈ 35 പേരില് ഒരു 10 പേർക്ക് എപ്പോഴും ഓക്സിജൻ മാസ്ക് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവരുടെ സാച്ചുറേഷൻ ലെവല്, അതായത് ഈ അസുഖം വന്നാലും നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവല് കുറയുക എന്നതാണ് ഇതിന്റെ വലിയ ഒരു ഇതിനെ ക്രിട്ടിക്കലാക്കി മാറ്റുന്ന ഒരു കാര്യം നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവൽ കുറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഏകദേശം 2 മണിക്കൂർ കൂടുമ്പോഴേ ഒരു പൾസ് ഓക്സിമീറ്ററുമായി വന്ന് നമ്മുടെ പൾസും നമ്മുടെ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവലും ചെക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടേ 96, 97, 98 ആ റേഞ്ചിലായിരുന്നു. 95 എബോ ആണെങ്കിൽ നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. 95 താഴെയാണെങ്കിൽ ഓക്സിജൻ മാസ്ക് വേണം. ഒരു 35-30 വരെയൊക്കെ ആണെങ്കിൽ അവർ വാർഡിൽ തന്നെ ട്രീറ്റ് ചെയ്യും, ഓക്സിജൻ മാസ്ക് വെച്ച് വാർഡിൽ തന്നെ ട്രീറ്റ് ചെയ്യും. അതിന് താഴെ പോകുമ്പോഴത്തേന് അവർ നേരെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ 35 പേരിൽ ഒരു 10 പേർക്കും സ്ഥിരം ഓക്സിജൻ മാസ്ക് വേണ്ടവരായിരുന്നു. ഞാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ പലരെയും കൊണ്ടുവന്ന് ഇവിടെ വാർഡിൽ പറ്റാതെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരും 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ റിവേഴ്സ് ക്വാറന്റൈൻ വളരെ കർശനമായിട്ട് പാലിക്കണമെന്ന് പറയുന്നത്. ഇത് എപ്പോഴും സീരിയസ് ആവുന്നത് 50 വയസ്സിന് മുകളിലുള്ളവർക്കാണെന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. എന്നിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ ഇവിടുത്തെ ആശുപത്രിയിലെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ചികിത്സയായിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരോട് പറയാം, അവരതിന് സിംറ്റംസിന് മരുന്ന് പ്രോപ്പറായിട്ട് തരും, നമ്മളെ മോണിറ്റർ ചെയ്യും, എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഭക്ഷണം 3 നേരവും ഭക്ഷണം തരുമായിരുന്നു, അവിടെ കൊണ്ടുവരും. രാവിലെ ചായ തരും, ഉച്ചയ്ക്ക് വൈകുന്നേരം ചായ തരും. 3 നേരം നല്ല ഭക്ഷണം. രാവിലെ ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ്, അങ്ങനെ പല പല ഭക്ഷണങ്ങൾ തരും. ഉച്ചയ്ക്ക് ചോറ്, ചപ്പാത്തി, സാമ്പാർ, ഒരു വെജിറ്റബിൾ കറി, ഒരു തോരൻ, തൈര്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. രാത്രിയും ഏകദേശം ഉച്ചയ്ക്ക് തരുന്ന പോലത്തെ ഭക്ഷണമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 1-ാം തീയതി ഞാൻ അഡ്മിറ്റായി, 8-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ആയി, ചൊവ്വാഴ്ച. ബേസിക്കലി അവിടെ ഡിസ്ചാർജിന് ടെസ്റ്റ് ഇല്ല. 7 ദിവസം ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ പ്രോപ്പർ ആണെങ്കിൽ അവർ 8-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് വീട്ടിൽ ഒരാഴ്ച കൂടി ക്വാറന്റൈനിൽ ഇരിക്കാൻ പറയും. അതാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. നിങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ്, നിങ്ങൾക്ക് കോവിഡിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. നിങ്ങൾ ഗൂഗിളിൽ പോവുക, BBMP ഫീവർ ക്ലിനിക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതൊരു PDF ആയിട്ട് തന്നെ കിട്ടും. ആ PDF ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ പിൻകോഡ് ജസ്റ്റ് PDF-ൽ സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫീവർ ക്ലിനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫീവർ ക്ലിനിക്കിൽ ഒരു ഡോക്ടറിന്റെ നമ്പർ അവർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. ആ ഫീവർ ക്ലിനിക്കിലെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക, കാര്യം പറയുക. അവര് ടെസ്റ്റിന് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയും, ടെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാ പ്രൊസീജിയറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കോൾ വരും. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോൾ വരും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണോ. ഐഷാക്ക് ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. RT-PCR ടെസ്റ്റും ആന്റിജൻ ടെസ്റ്റും ഐഷാക്ക് നെഗറ്റീവ് ആയിരുന്നു. മൊത്തത്തിൽ ഐഷാക്ക് 3 ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഐഷാക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഐഷ വീട്ടിൽ തന്നെ ആയിരുന്നു. നമുക്ക് ഈ മഹാമാരിയെ ചെറുക്കാനുള്ള ഒരേ ഒരു മാർഗം, അത് ആരായിരുന്നാലും അവരിൽ നിന്ന് സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക.
നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അയൽക്കാരാകാം, ബന്ധുക്കളാകാം, ആരായിരുന്നാലും സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക. പിന്നെ എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക, കൈകൾ കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ കോവിഡ് അനുഭവം. എൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയായിരുന്നു. ബാംഗ്ലൂർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. നമുക്ക് ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് കാണാം. അതുവരേക്കും